ഇതിനു വേണ്ടി 2 കപ്പ് കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 2 കപ്പ് തൈരെടുത്ത് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും, കുറച്ച് കറിവേപ്പിലയും, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും, 2 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവയും എടുത്തിട്ടുണ്ട്. ഇനി കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഈ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇതിനകത്തേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. ഇതൊരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഈ ഒരു മോരുകറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചോറിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റിയുള്ള ഒരു മോരുകറിയാണ്. പിന്നെ പെട്ടെന്ന് ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓണവിഭവങ്ങൾ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചെറിയ രീതിയിൽ ചുവന്ന കളറായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചെറുതായി ചൂടായി വരാൻ മാത്രമേ പാടുള്ളൂ. ആ ചെറുങ്ങനെ ഒരു നമ്മുടെ ആവി പോകുന്ന സമയം തന്നെ ഇത് ഗ്യാസ് ഓഫ് ചെയ്യണം. കാരണം ഇത് തിളയ്ക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ചെറുങ്ങനെ ചൂടായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊള്ളണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.